അർജുനെ കണ്ടെത്താനുള്ള രക്ഷാദൌത്യം 10ാം നാളിലേക്ക് എത്തിയിരിക്കുന്നു. ഉത്തര കർണാടകയിലെ അങ്കോലയിലെ ഗംഗാവലി പുഴയുടെ അടിത്തട്ടിലേക്ക് അർജുനെ കണ്ടെത്താൻ നാവികസേനയുടെ ഡീപ് ഡൈവേഴ്സ് ഊളയിടും. ലോറി കണ്ടെത്താനായി പുഴയിൽ പ്രത്യേക പ്ലാറ്റ്ഫോം സ്ഥാപിക്കാനാണ് തീരുമാനം. കരയിൽ നിന്ന് 30 മീറ്റർ മാറി അടിത്തട്ടിൽ 15 അടി താഴ്ചയിൽ ലോറിയുണ്ടെന്ന് ഇന്നലെ കണ്ടെത്തിയിരുന്നു. കൂടുതൽ വലിയ മണ്ണുമാന്തി യന്ത്രങ്ങളും ക്രെയിനുകളും എത്തിച്ചാണ് ഒരുക്കം നടക്കുന്നത്. അത്യാധുനിക ഡ്രോണുകൾ ഇന്നത്തെ പരിശോധനയ്ക്കുണ്ടാകും. ട്രക്ക് പുഴയിൽ തലകീഴായി മറിഞ്ഞ നിലയിലാണ് കണ്ടെത്തിയത്. ഷഫീഖ് നസ്രുള്ള സ്ഥലത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷഫീഖ്, ഇന്നലെ ലോറി എവിടെയാണ് എന്നുള്ളത് ലൊക്കേറ്റ് ചെയ്ത സാഹചര്യത്തിൽ ഇന്നായിരിക്കും കൂടുതൽ തിരച്ചിൽ ആ ഭാഗങ്ങളിൽ നടക്കുക. കാരണം കാലാവസ്ഥ പ്രതികൂലമായിരുന്നു. ഇന്നിപ്പോൾ എന്തൊക്കെ അത്യാധുനിക യന്ത്രങ്ങളും സാങ്കേതിക വിദ്യയും ഒക്കെ ഉപയോഗിച്ചാണ് ലോറി ഉയർത്താനുള്ള ശ്രമങ്ങൾ നടത്തുക? ഏറ്റവും അത്യാധുനികമായ ഡ്രോൺ മാതൃകയിലുള്ള തെരച്ചിൽ സംവിധാനം എത്തിക്കുന്നു എന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ആ തെരച്ചിൽ യന്ത്രം എത്തുന്നതോടുകൂടി തന്നെ കൂടുതൽ വ്യക്തതയോടുകൂടി ആ ലോറി എങ്ങനെയാണുള്ളത് എന്നത് മനസ്സിലാക്കാനാവും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധരിൽ നിന്ന് ലഭ്യമാവുന്ന വിവരം. നേരത്തെ അത് എത്തിക്കാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ വിമാനത്തിൽ അത് കൊണ്ടുവരാനുള്ള ഒരു സാങ്കേതിക തടസ്സം കാരണമാണ് ഇന്നത് ട്രെയിനിൽ കൊണ്ടുവരാനുള്ള നീക്കം നടത്തുന്നത്. രാവിലെ തന്നെ അതും ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള തെരച്ചിൽ ആരംഭിക്കും എന്നാണ് ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഡ്രോൺ മാതൃകയിലുള്ളത് കൊണ്ട് കരയിൽ നിന്ന് നിയന്ത്രിക്കാനാവുന്ന പുഴഭാഗങ്ങളിലേക്ക് പോയി കരയിൽ നിന്ന് നിയന്ത്രിക്കാൻ അതിനാവും. വ്യക്തമായ ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ളവ ലഭ്യമാവും എന്നാണ് ലഭിക്കുന്ന വിവരം. പല ദുരന്തബാധിത മേഖലകളിലും ഇത് ഉപയോഗപ്പെടുത്തിയിരുന്നു. മണ്ണിനടിയിൽ പൊതിഞ്ഞു നിൽക്കുന്ന വാഹനങ്ങളെയും ആളുകളെയും കണ്ടെത്താനടക്കം ഉപയോഗപ്പെടുത്തിയ ഉപകരണമാണ്. ആ ഡ്രോൺ മാതൃകയിലുള്ള തിരച്ചിൽ ഉപകരണം ലഭ്യമാവുന്നതോടുകൂടി തന്നെ കൃത്യത, ഈ ലോറിയുമായി ബന്ധപ്പെട്ട ഒരു കൃത്യത, അതിന്റെ ഘടന, തലകീഴായി മറിഞ്ഞിരിക്കുന്നത് ഏത് സ്വഭാവത്തിൽ എന്നതടക്കമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനാവും. കഴിഞ്ഞ ദിവസം മുങ്ങൽ വിദഗ്ധർ, നേവിയുടെ മുങ്ങൽ വിദഗ്ധർ അതിൽ മുങ്ങിപ്പരിശോധന നടത്തേണ്ടതായിരുന്നു. പക്ഷേ അടിയൊഴുക്ക് ശക്തമായതിനാൽ ഇവിടെ കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനാൽ അവർക്ക് മുങ്ങി തപ്പാൻ സാധിച്ചിരുന്നില്ല. ഇന്നും കാലാവസ്ഥ അനുകൂലമാണോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പോൾ ഈ സ്ഥലത്ത് അല്പസമയം മുൻപ് വരെ ശക്തമായ മഴ അനുഭവപ്പെട്ടിരുന്നു. ഇപ്പോൾ സ്ഥലത്ത് മഴ പെയ്യുന്നില്ല. ഈ മഴയില്ലാത്ത ഒരു കാലാവസ്ഥ കുറച്ചധികം സമയം കിട്ടിയാൽ മുങ്ങൽ വിദഗ്ധർക്ക് അത് മുങ്ങി ഈ ലോറിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനും എങ്ങനെയാണ് അവിടെ നിന്ന് അത് പൊക്കിയെടുക്കാൻ കഴിയുക എന്ന് സംബന്ധിച്ച ഒരു കൃത്യത വരുത്താനും സാധിക്കും. അതോടൊപ്പം ഇന്ന് വലിയ യന്ത്രക്കൈയുള്ള മണ്ണുമാന്തി യന്ത്രം കൂടുതൽ സ്ഥലങ്ങളിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തിക്കായിരിക്കും ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതിന് വേണ്ടി പ്രത്യേകമായി ഇത് പുഴയുടെ ഭാഗത്തേക്ക് കുറച്ചുകൂടി താഴ്ഭാഗങ്ങളിലേക്ക് ഇറക്കി വെക്കേണ്ടതുണ്ട്. അതിനു വേണ്ടി അതിന് പ്രത്യേകമായൊരു പ്ലാറ്റ്ഫോം ഒരുക്കണം. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്ലാറ്റ്ഫോമിന്റെ പ്രവർത്തനം പൂർണ്ണമാക്കാൻ കഴിഞ്ഞില്ല. അത് പൂർണ്ണമായും ഇന്ന് അത് പ്ലാറ്റ്ഫോം ഒരുക്കുന്നത് പൂർത്തിയാക്കുകയും കുറച്ചുകൂടി താഴ്ഭാഗങ്ങളിലേക്ക് ഈ വലിയ യന്ത്രക്കൈയുള്ള മണ്ണുമാന്തി യന്ത്രത്തെ എത്തിക്കുകയും അവിടെ നിന്ന് പുഴയുടെ ഭാഗത്ത് അടിഞ്ഞുകൂടിയിരിക്കുന്ന ഈ ലോറി കണ്ടെത്തിയ പ്രദേശത്ത് അടിഞ്ഞുകൂടിയിരിക്കുന്ന മണ്ണ് നീക്കം ചെയ്യാനുള്ള പ്രവൃത്തി ആരംഭിക്കുകയും ചെയ്യും. ആ പ്രവർത്തനങ്ങളൊക്കെയുമാവും ഇന്ന് അവിടെ നടക്കുക. വളരെ നിർണായകമായ ഒരു ദിവസമാണ്. ആ നിർണായകമായ ദിവസത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ലോറിയുടെ അടുത്തേക്ക് എത്തുക, അവിടെ നിന്ന് ലോറി ഉയർത്തുക എന്നതാണ് ഏറ്റവും പ്രധാനമായത്.